ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എന്താണ് പ്രാർത്ഥനയ്ക്ക് പറയാനുള്ളത്? അതായത് ഒരുപാട് ഫാമിലി എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്, സീരിയലിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. എന്റെ പൊന്നു മക്കളെ ഗട്ട്സ് ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റൂ. അതാണ് ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കയറാവൂ. അല്ലാതെ പുറമേ നിന്നിട്ട് ഒരാൾ നീ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയുന്ന സ്വഭാവമാണെങ്കിൽ നീ നിൽക്കില്ല. പക്ഷെ അതേസമയം ഞാനിങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റും. അത്രേ എനിക്ക് അവരോട് പറയാനുള്ളൂ. പിന്നെ ഒരാളുടെ കഴിവ് അത് ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്ത് അവരിറക്കുക തന്നെ ചെയ്യണം. അല്ലാതെ കഴിവും വെച്ച് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. പല നടിമാരായാലും നടന്മാരായാലും അവർക്ക് പലപ്പം ഫഹദ് ഫാസിൽ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണോ അല്ലയോ? അതുപോലെ എല്ലാ ഓരോ ആക്ടേഴ്സും ചെയ്യുന്നത്. അപ്പൊ അവരുടെ കഴിവാണത്. അപ്പൊ അതുപോലെയുള്ള കഴിവുകൾ എല്ലാവരും പുറത്തിറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാസ്റ്റിംഗ് കൗച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ്സ് ഗ്രേസ് അധികം വന്നിട്ടില്ല. പക്ഷെ വന്നിട്ടുള്ളതിന് തക്കതായ മറുപടി കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ തന്നെ കൊടുക്കുക. അതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഉള്ളത്. കാരണം എല്ലാവരും വിചാരിക്കും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റ് ആവും എന്ന് വിചാരിച്ച് വിളിക്കുമ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. ആ ഒരു ചേഞ്ച് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്ര നെഗറ്റിവിറ്റി ഉള്ളത്. ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ളത് അതുകൊണ്ടായിരിക്കാം. കാസ്റ്റിംഗ് കൗച്ച് എനിക്ക് സീരിയൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പുറമേ എനിക്ക് കുറച്ച് വർക്ക്സ് വന്നതിലൊക്കെ പുറമേന്ന് വന്ന വർക്ക്സിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ടോക്ക് മാറുമ്പോൾ നമുക്കറിയാം. എനിക്ക് പണ്ട് എനിക്കിതുപോലൊരു ഷോർട്ട് ഫിലിം, ഒരു തമിഴ് ഫിലിമിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഒരു സ്ക്രീനിങ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവുക തന്നെ ചെയ്തു. പോയപ്പോഴത്തേക്കും സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറാമാൻ എല്ലാവരും വേണം. ഇത് പുള്ളി മാത്രം സ്ക്രീനിങ്ങിന് ഇരുന്നുകൊണ്ട് എന്ത് സ്ക്രീനിങ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അന്ന് പുള്ളിയുടെ പേരിൽ ഒരു കേസ് കൊടുക്കേണ്ടതായിരുന്നു. അന്ന് അവിടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെയൊക്കെ എന്നോട് പറയുകയാണ്, ഒരു ചെറിയ കുട്ടിയുടെ ക്യാരക്ടറാണ്, ഒരു മറ്റേ ഇന്നർ പോലത്തെ ഒരു സാധനം, മീൻസ് സ്പെഗറ്റീവ് പോലത്തെ ഒരു സാധനം സ്കേർട്ട് വിട്ടിട്ട് ഒരു ഹൊറർ മൂവി ടച്ചുള്ള ഒരു സംഭവമാണെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ കംപ്ലീറ്റ്ലി കണ്ടപ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. എൻ്റെ ഗ്രാൻഡ്മ അന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന്, ഗ്രാൻഡ്മ അവിടെ ഫയർ ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി വരേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഞാനത് വലിയ ഇതുണ്ടാക്കിയില്ല. കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ മതി എന്നാണല്ലോ. നമ്മൾ അവിടെ എന്ത് അവസാനം ചെയ്യണമെന്നല്ല ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് പോവുക. ഈ ഫേക്ക് ആയിട്ടുള്ളതിൽ ചെന്ന് തല വയ്ക്കാതിരിക്കുക.